ഞങ്ങള് ഓണം ഇല്ല ഞങ്ങക്ക് ഇപ്രാവശ്യം. പക്ഷെ ഞങ്ങക്ക് കല്ലൂന് കൊറേ ഓണക്കോടി കിട്ടിയിട്ടുണ്ട് അല്ലേ? ആര് വാങ്ങി തന്നു? ആരാ വാങ്ങി തന്നെ? മാമു അച്ചാച്ചനും കണ്ണമാമനും ഒക്കെ കൊറേ ഓണക്കോടി വാങ്ങി തന്നിട്ടുണ്ട്. നമുക്കത് കണ്ടാലോ? കാണിച്ചു കൊടുക്കാം അവർക്ക്. ഞങ്ങളുടെ ഓണക്കോടി കണ്ടാലോ അല്ലേ? അതെ, മമ്മൂസാണ് ഇന്ന് ഓണക്കോടി കാണിക്കാനായിട്ട് ഇവിടെ നിക്കണത്. മമ്മൂസ് ഓണക്കോടി കാണിച്ചു തരാം. ഇതാർക്കാ? ഇത് കല്ലൂനാണോ? അല്ലല്ല, കല്ലൂന്റെ ആർക്കാ ഇത്? ഷർട്ടും മുണ്ടും ഇതാർക്കായിരിക്കും? കല്ലൂന്റെ അച്ഛന് ഷർട്ടും മുണ്ടും. പിന്നെ കല്ലൂന്റെ അമ്മക്ക് ചുരിദാർ. ഇഷ്ടപ്പെട്ടോ? കല്ലൂന്റെ ബ്ലൂ. ഇത് ബ്ലൂ ആണ്, വീഡിയോയില് വലിയ ബ്ലൂ കാണിക്കുന്നില്ല. ബ്ലൂ ഡ്രസ്. ഇതൊക്കെ കല്ലൂന് ഖത്തറിൽ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ടിടാം അല്ലേ? അല്ല, ഓണത്തിനിട്ടുണ്ടാ? പിന്നെ കല്ലൂന് ഒന്നും കൂടി ഉണ്ട്, അച്ചാച്ചടുത്തത്. ഇത് സ്റ്റൈലേ. ഹായ്, കോട്ടുണ്ട്. രസല്ലേ കല്ലോ? നല്ല രസം ഉണ്ടാവും കല്ലു ഇട്ട് കഴിഞ്ഞാ. സുന്ദരി പെണ്ണായിട്ട്. ഈ കണ്ണമാമൻ കല്ലൂന് ഒരു ഉടുപ്പെടുത്തുണ്ടല്ലോ. ഇതാവും കല്ലൂന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കല്ലൂന് വലുതത്. കല്ലൂന 6 വയസ്സാകുമ്പോടാ. മമ്മൂസ് അങ്ങനെ നോക്കിട്ട് എടുത്തല്ലേ. ഇനി കല്ലൂന്റെ കല്ലൂനാണ് അടിച്ച് പൊളിച്ചിട്ട്. എത്ര ജോഡി ഡ്രസ്സാ? 3 ജോഡിയാ. കല്ലൂന്റെ അമ്മക്ക് മമ്മൂസ് അടിച്ചത്. മമ്മൂസ് അടിച്ച കോട്ട് സെറ്റ്. കല്ലൂന്റെ അച്ഛനൊരു ടീഷർട്ട് ഓണത്തിനിടെ ബ്ലാക്ക് ടീഷർട്ട്. പിന്നെ കല്ലൂന്റെ അമ്മക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് എടുത്തതാണ്. ബർത്ത്ഡേ അല്ല, അമ്മയുടെ ബർത്ത്ഡേ വരുന്നേ, അപ്പൊ എടുത്തതാ. രസണ്ടാ? അമ്മയുടെ ബർത്ത്ഡേ ഓണം കഴിഞ്ഞാലാ? അതിനിപ്പ തന്നെ എടുത്താ? അതെ, അമ്മ നിങ്ങളൊക്കെ ടൂർ പോലെ, അപ്പൊ ഇനി ഉണ്ടാവില്ലല്ലോ ബർത്ത്ഡേക്ക് ഇവിടെ, അപ്പൊ എടുത്തതാ. രസമുണ്ടല്ലോ. പൂക്കളം പൂക്കളം ഡ്രസ്. കല്ല് ഞാൻ മാച്ചപ്പോ പിങ്ക്. ഞങ്ങക്ക് ഇപ്രാവശ്യം ഓണം ഇല്ല. ഏട്ടന്റെ വീട്ടിലും ഓണം ഇല്ല, ഞങ്ങളുടെ വീട്ടിലും ഓണം ഇല്ല. പൂക്കളൊന്നും അതുകൊണ്ട് ഇട്ടിട്ടില്ല. പക്ഷെ ഒരു സന്തോഷത്തിന്, കല്ലുവിന്റെ സന്തോഷത്തിനൊക്കെ, ഇവരുടെ സന്തോഷത്തിനൊക്കെ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. കല്ല് പിടിച്ചിരിക്ക. കണ്ണമാമ വാങ്ങിയ ഡ്രസ്സാണല്ലേ കല്ലുവിന് ഇഷ്ടമായത്. പക്ഷെ അത് ഇടാൻ പറ്റില്ല. അതിനിപ്പോ KG2 കല്ലുവിന്. KG2 പിങ്ക് ഡേക്ക് ഇടാം. എല്ലാരുടെയും വീട്ടിലത്തെ അവസ്ഥ എന്താ? ഞങ്ങളവിടെ നല്ല മഴയല്ലേ? ഉത്രാടത്തിനല്ലേ മഴ പെയ്യാറ് നല്ലോണം? നാളെയാണ് ഉത്രാടം. അത്തം വെളുത്ത കാരണം ഓണം നന്നായി കറക്കും. കല്ലൂന് ഓണക്കോടി കൂടാതെ മമ്മൂസ് വീണ്ടും ഒരു സാധനമായിട്ട് വന്നിരിക്കുന്നു. കാണിച്ചാ? ടൈലർ മമ്മൂസ്, ഇത് നിന്റെ ഭാഗ്യം. അതന്നെ, ടൈലർ മമ്മൂസ്, ഇത് നിന്റെ ഭാഗ്യം. കരാട്ടെ അല്ല, അത് കഥകളി. അത് മാർഗംകളി. ഇത് മാർഗംകളി. ഇത് തിരുവാതിര. ഇത് ഒപ്പന. പിന്നെ ഇത് കഥകളി. ഇതെന്തോ ബ്ലൗസുമ്മ കഥകളി. എന്റെ പൊന്ന് കല്യോ, നിനക്ക് എന്ത് ഭാഗ്യ. നിന്റെ മമ്മൂസ് ഓരോന്ന് തയ്ച്ചു തന്നിട്ട്. നാളെ എന്താ കല്യോ? നാളെ എന്താ സ്പെഷ്യൽ ഡേ? ഹാപ്പി പോടേ. എനിക്ക് ഹുക്ക് ഇട്ടിട്ടില്ല, ഹുക്ക് ഉണ്ടാക്കണം. എനിക്ക് ഹുക്ക് വെക്കട്ടെ. മമ്മൂസിന്റെ ഹാപ്പി ബർത്ത്ഡേ. ശരിക്കും പറ, മമ്മൂസിന്റെ പവട വേണം, മെലാട വേണം, പഞ്ചാര പനങ്കിഴി മുടിയിരണന്നാ.
ഉത്രാടായിട്ട് ഒരാള് മുല്ലപ്പൂ ഒക്കെ ചൂടിയിരിക്കുകയാണ്. ഉത്രാട പിറന്നാളുകാരി ഇതേ വരുന്നുണ്ട്. ഇന്ന് മമ്മൂന്റെ ബർത്ത്ഡേ ആണ്. എല്ലാവരും രണ്ടാളും കൂടി ഹാപ്പി ബർത്ത്ഡേ തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉത്രാട പാച്ചലിലാണ് മമ്മൂസ് പിറന്നാളുകാരി. അപ്പൊ ബൈ. ഞങ്ങളിവിടെ പുട്ടും കടലും തിന്നാണ്. നല്ല മഴയാണ്. ഉത്രാടായിട്ട് നല്ല മഴയാണ്. ഇത് നബിദിനല്ലേ? നബിദിനായിട്ട് ഞങ്ങക്ക് എവിടെ മിഠായി യാസിക്ക് പറ്റല്ലേ? മഴയായ കാരണം റാലി ഒന്നും ഇല്ല ഈ ഭാഗത്തൂടെ. കല്ലു അത് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ റാലി ഇല്ലെന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് റാലി റാലി ഓണല്ല. റാലി എന്ന് പറഞ്ഞെന്താ? നബിദിന റാലി എന്ന് പറഞ്ഞെന്താ? ശക ഈ നബിദിനം എന്ന് പറഞ്ഞെന്താ അതറിയോ? നീയല്ലേ ഞങ്ങക്ക് പറഞ്ഞായിരുന്നേ അതൊക്കെ? ഒരെണ്ണം കൂടി കണ്ട പുട്ട് കൊതിച്ച്. എന്താ പുട്ട് തിന്നാത്ത? ഇത്തിരി പുട്ടും മുതിരി എടുക്കട്ടെ. മുതിര പുട്ടും മുതിരിയും കല്ല് പറയില്ലേ പണ്ട്? കല്ലോ പുട്ടും പഴം തരട്ടെ. കല്ലോ വേണ്ട പുട്ടും പുതിരി പുതിരി പുതിരിന്ന്. ഭയങ്കര ഇഷ്ടായി. അച്ഛന്റെ അല്ലാണ്ട് എന്റെ കേക്ക് ഉച്ചക്ക് എത്തുള്ളൂ. അതന്നെ ഇത്രയും നല്ല ഭർത്താവിന് എവിടുന്ന് കിട്ടും? നല്ല സാരി എനിക്ക് നല്ല ഇഷ്ടായി. കണ്ട അച്ഛപ്പ പൊട്ട വാങ്ങിയെന്നാലും നിങ്ങക്ക് ഇഷ്ടാവും ഇല്ലേ? അതാണ് സ്വന്തം കൈ കൊണ്ട് എങ്ങനെ വാങ്ങിയെന്നാലും ഇഷ്ടം. കല്ലിവിടെ എന്താ നടക്കണേ? ഇവിടെ വന്നേ രണ്ടുപേരും. ഇഷ്ടപ്പെട്ട? ലൈറ്റ് കത്തിച്ച സൗണ്ട് കുറഞ്ഞ ഉണ്ടല്ലേ? അധികം എപ്പോഴും ആക്കണ്ടട്ടാ. അപ്പൊ അതിന്റെ ബാറ്ററി കഴിയൂട്ടാ. എന്താണോ ഈ വാച്ച് കമ്പനിക്കാരോട് പറയണം ഈ സൗണ്ട് മാറ്റാൻ പറയണം. എല്ലാ വാച്ചിനും അത് ഈ സൗണ്ട്. ചേട്ടാ അവിടേക്ക് വെച്ചു. ആ കണ്ണന്റെ എന്തിയാ? താങ്ക് യു. കല്ലു ഇവിടെ അങ്ങോട്ട് വാ. എന്റെ അമ്മയുടെ മാമന്റെ ഓരോ പണികള്. എന്താ എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? നമുക്ക് ഉപകാരമുള്ള ഗിഫ്റ്റ് അല്ലേ തരണ്ടോ? കേക്കൊക്കെ തിന്നു പോയില്ലേ? ഉപകാരമുള്ള ഗിഫ്റ്റ് അല്ലേ തരണ്ടോ? ഞാനും കണ്ണനും കൂടി ആലോചിച്ച് ഗിഫ്റ്റ് വന്നിട്ട് കല്ലു കാണ്. തൊടരുത്. മമ്മൂന് നമ്മൾ കൊടുക്കണത്. മമ്മൂന്റെ കളികളിനി. അയ്യോ അത് പൊട്ടിക്കല്ലേ, തട്ടരുത്. ഇടുവാ ഗ്ലാസ്. എങ്ങനെയുണ്ട്? ആവശ്യമുണ്ടോ മകളെ? ആവശ്യം ഉണ്ട്. എന്തിന്? ഞങ്ങൾക്കുണ്ട്. ദൈവമേ എന്താ നിങ്ങക്ക് ഗിഫ്റ്റ് സന്തോഷമില്ലാത്ത? കാശ് ചെലവാക്കണ ഇല്ലാത്ത സാധനങ്ങളല്ലേ വാങ്ങി തരാം. ഏത്? അതാ യൂട്യൂബ് എടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഞങ്ങളിപ്പോ കാണാതിരിക്കണ്ട. അതൊക്കെ കാണും. കല്യാണം എന്താന്നറിയോ? അച്ചാച്ച മറ്റേ പറഞ്ഞുതരാം. ആവശ്യമുണ്ടോന്നല്ല. ചെറിയ ഗിഫ്റ്റ് ഒക്കെ
സന്തോഷായി ഇത്. സന്തോഷമില്ലത് ഇത് സന്തോഷമില്ല, ടെൻഷനാ. ഇത്രയും വലിയത്. ഇത്രയും എന്ത് വലിയത്? അയ്യോ. ഇനി കല്ലൂസ് നെസ്റ്റ് ഒക്കെ ടിവിയില് കാണാലോ. അത് ഞങ്ങൾ മൊബൈലിൽ കാണില്ലേ? അല്ല, കല്ലൂസ് നെസ്റ്റ് ടിവിയില് കാണാലോ അല്ലേ കല്ലു? അല്ലേ? നീ എടുത്ത് പൊന്തിക്കല്ലേട്ടാ, അത് എത്താക്കല്ലേ. ഞാനും കണ്ണനും ഒക്കെ കൂടി പ്ലാൻ ചെയ്ത് വാങ്ങിയത്. 2 മക്കളും ഇത്രയും ഇതൊക്കെ ആവുമ്പോ നിങ്ങക്ക് വലിയ ഗിഫ്റ്റ് ഒക്കെ തരണ്ടേ? ലിത്വാനിയക്ക് എങ്ങനെ ഉമ്മ കൊടുക്കും? കണ്ണന് 2 കൂടിയുള്ള ഗിഫ്റ്റ് അത്. അച്ഛനാണ് ഉപകാരം. നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ, അത് യൂട്യൂബ് കണക്ട് ചെയ്യാൻ പറ്റും. അയ്യോ 2 കൂടി അത് തട്ടിട്ട് പൊട്ടിക്കോ. അത് ഫിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം പിടിക്കും. ഓണായ കാരണം അവര് ചിലപ്പോൾ വരില്ല. ഈ ഒരു ചീത്തവിളിക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ ഈ ഗിഫ്റ്റ് കൊടുത്തത്. പക്ഷേ എത്രത്തോളം ഇതായാലും അമ്മയും അച്ഛനും എത്രത്തോളം ഹാപ്പി ആക്കാൻ പറ്റുമോ അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സന്തോഷം കേട്ടോ. എന്താ ഞങ്ങള് ഷോക്കിന്ന് പോന്നിട്ടില്ല. അച്ഛാടങ്ങിരുന്നു പറയണത്. ഇവിടെ മൂകതയും ഇതാണ് ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോ. ഒരു ഗിഫ്റ്റ് തന്നതേ അല്ല, കേക്കാ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഒരു ഇത് ഞങ്ങക്ക് ടെൻഷൻ അല്ലേ ഷായതാ? ഇത്രയും വലിയ ഗിഫ്റ്റ് ഞങ്ങക്ക് ഇപ്പോഴല്ലേ തരാൻ പറ്റുള്ളൂ. നിങ്ങളല്ലേ ഇത്ര നാള് ഞങ്ങക്ക് തന്നിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പറ്റുമ്പോ ഇപ്പോഴല്ലേ ഞങ്ങക്ക് തരാൻ പറ്റുള്ളൂ. അവിടെന്ന് ഇപ്പൊ ഉത്രാടത്തിന്റെ പണികളിലാണ്. ഇഞ്ചമ്പുളി, ഉണ്ണിപ്പത്തിനുള്ളത്, പായസത്തിന്. 2 പേരും മറത്തിരുന്നിട്ടാ ഫുഡ് കഴിക്കണം അല്ലേ? 2 പേർക്കും വെളിച്ചം കണ്ട് മഴ കണ്ട് ഫുഡ് കഴിക്കണം. മമ്മൂന്റെ പിറന്നാൾ സദ്യയാണോ കഴിക്കണേ? ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മമ്മൂസ് അവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്നുണ്ട്. അത് തരട്ടാ. എന്തായിരിക്കും? പായസം. അതന്നെ പിറന്നാള് പായസം നോക്കിട്ടാ. പരിപ്പ മധുരം കുറയോ എനിക്ക് ടെൻഷൻ. ശരിയോ? പരിപ്പ് പായസം. പിറന്നാള് സദ്യ ഒന്നല്ല, നാളെയാണ് സദ്യ. പായസം ഉണ്ടാക്കിട്ടാ, പരിപ്പ് പായസം. ഇതാണ് ഇന്നത്തെ ഉത്രാടം സ്പെഷ്യൽ. ഉത്രാട സ്പെഷ്യൽ ഒന്നുമില്ല. അവിടെ ഇരുന്നിട്ട് 2 പേര് പായസം അടിച്ചു വയ്ക്കുന്നുണ്ട്. നിങ്ങൾ പായസം ഉണ്ടാക്കുകയാണോ അതോ ഇരുന്ന് കഴിക്കാണോ? ഇരിക്കി ശരിക്ക്. ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാല്ലേ കള്ളിപ്പെണ്ണുകളെ. ഉണ്ണിയപ്പം കൊണ്ടുപോ. ഓണത്തിന്റെ ഉണ്ണിയപ്പം. നമ്മുടെ സ്പെഷ്യൽ ഉണ്ണിയപ്പാണ്. ഈസി ഉണ്ണിയപ്പം. ഒന്ന് പറഞ്ഞെടുത്ത എല്ലാവർക്കും എങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെന്ന്. ഈസി ഉണ്ണിയപ്പം പറ. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഈസി ഉണ്ണിയപ്പാന്ന് പറയണു. പറഞ്ഞു കൊടുക്ക്. റവ കുറച്ച് ഒരു കപ്പ് റവ വേണമെങ്കിൽ 1 കപ്പ് പാലിൽ കുതിർത്തി വെക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് പഴവും ശർക്കരയും ഈ കുതിർത്തിയ റവയും ഏലക്കായും ഒരു നുള്ളി ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സിയിൽ അടിക്കുക. എന്നിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാം. ഇവിടുത്തെ വയ്ക്കൊന്നും വേണ്ട. യൂട്യൂബിന്റെ ഒക്കെ ഒരു ഇതല്ലേ. ഞാൻ അങ്ങനെ ഇല്ല ഉണ്ടാക്കിയാണ്. ഞാൻ കുതിർത്തി വെച്ചിട്ട് അമ്മ ഉണ്ടാക്കണ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഇട്ടുണ്ടാവും. ഞാൻ ഉണ്ടാക്കിയിട്ട്. പക്ഷെ ഇത് ഇപ്പൊ വീണ്ടും പുരോഗമിച്ച് ഒന്നുകൂടി നല്ല സോഫ്റ്റ് ആയിക്കണ്ട, പഞ്ഞി പോലെ. അപ്പൊ ഓണത്തിന്റെ ഉണ്ണിയപ്പം ഇവിടെ റെഡി. അമ്മയ്ക്ക് ഉത്രാടത്തിന്റെ അന്ന് ബർത്ത്ഡേ ആയിട്ട് നല്ല പണിയാണ്. അമ്മ ചെറുപ്പം മുതലേ അമ്മ പറയും അമ്മയ്ക്ക് ഇരിക്കാൻ നേരം കിട്ടാത്ത ഒരു ദിവസമാണ് അല്ലേ പിറന്നാള്. അമ്മയുടെ അച്ഛന് ഹോട്ടലായിരുന്നു. അപ്പൊ ഉത്രാടത്തിന്റെ അന്ന് നല്ല പണി. ഇപ്പോഴും പണിയാ. ഒരു മോളുണ്ട്, സഹായിക്കില്ല. തിന്നാൻ വരുള്ളൂ. എന്താ ചെയ്യല്ലേ?
ഉറക്കം വന്നിട്ട് ഉറങ്ങിക്കൂടെ കുറച്ചു നേരം? ഇതെന്താ കല്ല്? ഇതെന്താ കട്ടെ? സ്പ്രിങ്. കല്ലിന്റെ മുടി മൊത്തം സ്പ്രിങ്ങാ. മമ്മൂസിന്റെ പൊടി പോലെ. അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മുടെ കണ്ണമാമൻ്റെ ലിത്വാനിയയിലത്തെ ഓണം സെലിബ്രേഷൻ. അപ്പോൾ അവർ ഉണ്ടാക്കിയ കറികളൊക്കെ ഞങ്ങൾക്ക് വിളിച്ചിട്ട് കാണിച്ചു തരികയാണ്. കുറേ കറികളുണ്ട് കേട്ടോ, നമ്മൾ നാട്ടിൽ ഉണ്ടാക്കണ അതേപോലെ തന്നെ അവർ ഓരോ സാധനങ്ങളും ഒപ്പിച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. അവർക്ക് ഈ ഓണമൊന്നും മിസ്സാവണില്ലല്ലോ. ഒരുവിധം ഞങ്ങളൊന്നും ഞങ്ങളുടെ അടുത്തൊന്നും ഇല്ലെങ്കിലും അവർക്കൊരു ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എങ്ങോട്ടാ രണ്ടുപേരും? ഇതവിടെ പിടിക്കാം. ഒരാള് ആദിശാഖ ഇറങ്ങ. ഏറ്റവും ദൂരേക്ക് ആരാ എത്തിക്ക? ഓ ശക. ഇനി കല്ലു. കല്ലു മീൻ മീൻ. അച്ഛൻ ശക കല്ലിന്റെ കൂടെ പോയിരുന്നിട്ടാ. പോണു. ശക തുത്തുവിന്റെ വീട് കണ്ടിട്ടോ? ശക എടുക്കുവായിരുന്നു. വെക്കരുത്, ഞാനൊക്കെ വെക്കട്ടെ. എന്താ ഭാര്യയെ സ്നേഹിക്കുക, നല്ലപോലെ സ്നേഹിക്കുക. മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അതിനർത്ഥം? കല്ലും ശരി എടുക്ക്. ഇടേന്ന് ഏതെങ്കിലും ഒരു കാർഡ് എടുക്കുക. ഏതെങ്കിലും കല്ലിന്റെ വായിച്ചിട്ട് ശകയ്ക്ക് എടുക്കാം. ഇതെന്താ? കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തില്ല. അപ്പൊ എല്ലാം പെട്ടെന്ന് ശരിയാവും. കല്ലുണ്ട് അതെടുത്താ കേട്ടെ. അയ്യോ, ആണയിടുന്ന ശീലം നല്ലതല്ല. നാമം പൈസ നാമം വെറുതെ ഒരു ഇടരുത്. എപ്പോഴും ദൈവത്തിനെ വിളിച്ച് നടക്കരുതെന്ന്. ആൾക്ക് വേറെ പണിയൊക്കെ ഉണ്ടെന്ന്. ഞാൻ എടുക്കട്ടെ. ഇത്രയും നല്ല മനസ്സുള്ളവളാണോ നീ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാം ദൈവപുത്രന്മാരാണെന്ന്. ദൈവപുത്രന്മാരാണ്. എങ്ങനെയുണ്ടായിരുന്നു ഓഫീസിലത്തെ സെലിബ്രേഷൻ? മാമ ഉണ്ടാക്കിയ കായ വറുത്തത്, മാമ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം. എങ്ങനെയുണ്ട് മാമ ഉണ്ടാക്കിയ കായ വറുത്തത്? നല്ല രസമുണ്ട്. മാളുവിന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് എല്ലാരും പറഞ്ഞിട്ടുണ്ട് ബർത്ത്ഡേ വിഷസ്. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ ടേസ്റ്റ് ആയിട്ട്. നമ്മുടെ വെളിച്ചെണ്ണ കായും മഞ്ഞളും ഒക്കെ. പോട്ടെ, ഹാപ്പി ആണോ? അപ്പൊ പോട്ടെ, ഹാപ്പി ആണോ എല്ലാരോടും? ഹാപ്പി ആണോ? വീഴണ്ട